മലയാളിയുടെ ചുണ്ടിൽ കാലങ്ങളായി ഉയരുന്ന മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആ ഓണപ്പാട്ടിലടങ്ങിയിട്ടുണ്ട് ആ ഒരു കാലത്തിൻ്റെ അപൂർവത. അതിലേക്കുള്ള തിരിച്ചു പോകാനുള്ള അല്ലെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാ മലയാളികളും. അതാണ് എനിക്ക് തോന്നുന്നു സ്വപ്നയുടെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന വഴിയാണെങ്കിലും ആ ഓണ നാളുകളെക്കുറിച്ചോ ആ ഓണ ഓർമ്മകളെക്കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ എത്രത്തോളം ഇതേക്കുറിച്ച് അറിയാമെന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് അത്ഭുതം തോന്നും. ഈ പൊന്നിൻ ഇപ്പോഴത്തെ കൂടെ ഒരു നെൽക്കതിരെങ്കിലും അവർ കണ്ടിട്ടുണ്ടോ എന്ന്. അതാണ് പല കുട്ടികൾക്കും തുമ്പപ്പൂ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പം ഒരു പക്ഷേ അറിയുന്നുണ്ടാവും. സദ്യ മാത്രമല്ല, എന്തിനു പറയണം, ഓണപ്പൂക്കളം തന്നെ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കാലമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇലയടക്കം റെഡിമെയ്ഡാണ്, പ്ലാസ്റ്റിക് ഇലകളടക്കമാണ് ഇപ്പോൾ. അതെ അതെ, തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു അത്തപ്പൂക്കളം ഇടുന്നതിൻ്റെയും ആ ഒരു സദ്യവട്ടം ഒരുക്കുന്നതിൻ്റെയും ഒക്കെ ആ ഒരു സന്തോഷം എത്ര റെഡിമെയ്ഡിൽ പോയാലും കിട്ടുകയില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. പണ്ട് നല്ലൊരു ശതമാനവും ഇല്ലായ്മ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആളുകളാണ്. അവർക്ക് വർഷത്തിൽ ഒരിക്കലായിരിക്കും ഈ കോടി എടുക്കുക എന്നുള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഓണക്കോടി എന്ന് പറയുന്നത് ഓണക്കോടിക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന വർഷത്തിലൊരിക്കൽ അപ്പോൾ മാത്രമായിരിക്കും ഒരു പക്ഷേ പുതിയ വസ്ത്രങ്ങൾ എടുക്കുക. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓണാശംസകൾ. സമൃദ്ധിയുടെയും ഒരുമയുടെയും നിറനന്മയുടെയും ഒക്കെ സന്ദേശം അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നണയുന്നു. ശരിക്കും ഓണമെന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പഴയതും പുതിയതും തമ്മിലുള്ള ഒരു താരതമ്യപ്പെടുത്തലാണ്. അരുതാത്തതൊക്കെ അല്ലെങ്കിൽ അരുതായികകൾ അത് തിരുത്താനുള്ള സന്ദർഭം, സ്വയം വിമർശനത്തിനുള്ള ഒരു സമയം. ഓരോ ഓണം എത്തുമ്പോഴും പ്രജാക്ഷേമ തൽപരനായ മഹാബലി എന്ന ഭരണാധികാരിയുടെ കാലത്ത് ഒരുപക്ഷെ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇച്ഛാഭംഗത്തോടെ ചിന്തിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ രാജവാഴ്ചയായിരുന്നു ഇതിനേക്കാൾ നല്ലതെന്നൊക്കെ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും പറയാതിരിക്കില്ല. മലയാളിയുടെ ചുണ്ടിൽ കാലങ്ങളായി ഉയരുന്ന മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആ ഓണപ്പാട്ടിലടങ്ങിയിട്ടുണ്ട് ആ ഒരു കാലത്തിൻ്റെ അപൂർവത. അതിലേക്കുള്ള തിരിച്ചു പോകാനുള്ള അല്ലെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാ മലയാളികളും. നമുക്കറിയാം, ഈ സൂചിപ്പിച്ചതുപോലെ നന്മകൾ മാത്രമുള്ള, കള്ളവും ചതിയും പുളിവാക്കുകളും ഒട്ടുമില്ലാത്ത, വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ലാത്ത സമഭാവനയുടെ സമത്വ സുന്ദര നാട് അശ്വതി, അതാണ് നമ്മുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഓണത്തെക്കുറിച്ച്. അതിൻ്റെ എല്ലാ നിറങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഓരോ തലമുറ കഴിയും തോറും അല്ലെങ്കിൽ ഓരോ കാലം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഓരോ ഓണം കടന്നു പോകുമ്പോഴും ഇതിൻ്റെ ഈ ഓണത്തിൻ്റെ ഒരു നിറമങ്ങൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരു സംശയം തോന്നാറുണ്ടല്ലേ? സ്വപ്ന പറഞ്ഞ പോലെ തന്നെ അതൊരു സംശയം മാത്രമല്ല, അത് അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം നമുക്കറിയാം, പഴയ തലമുറ, പുതിയ തലമുറ, ഒന്നും കൂടി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂജനായി കഴിഞ്ഞു. അതുപോലെ തന്നെ ആയിക്കഴിഞ്ഞു ഓണവും. ന്യൂജൻ ഓണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പഴയ തലമുറയിൽ നിന്നും പുതിയ തലമുറയ്ക്ക് എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു സ്വപ്നയുടെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന വഴിയാണെങ്കിലും ആ ഓണ നാളുകളെക്കുറിച്ചോ ആ ഓണ ഓർമ്മകളെക്കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. നമ്മളെന്താണ് അത്തപ്പൂക്കളം തിരുവോണ ദിവസമാണെങ്കിലും രാവിലെ തൊടിയിലിറങ്ങി പൂ പറിച്ച് കൊണ്ടുപോകുന്നു. തുമ്പ, ചെത്തി, അങ്ങനെ കാക്കപ്പൂ, അങ്ങനെ പല നിറത്തിലുള്ള പൂക്കൾ. ഗ്രാമങ്ങളിലൊക്കെ പല പേരുകളായിരിക്കും, പല നാടുകളിൽ പല പേരുകളാണ്. എങ്കിൽ പോലും നമ്മൾ ആ പൂക്കളൊക്കെ പറിച്ച് ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് പണ്ടൊക്കെ ചാണകമൊക്കെ മെഴുകിയിട്ടായിരുന്നു അത്തപ്പൂ ഇടുന്നത്. അങ്ങനെ ശരിക്കും ഇപ്പോഴൊന്നും നമുക്ക് ഈ കാഴ്ചയൊന്നും ഒരുപക്ഷെ കാണാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു ഓർമ്മയിലൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ സിറ്റിയിലായിരുന്നു ഈ പറഞ്ഞതുപോലെ താമസിച്ചിരുന്നത്. അന്ന് ഒരു ഫ്ലാറ്റിലാണ്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ വടംവലി, ഓണക്കളികൾ, കസേരകൾ, അങ്ങനെ ഒരു കളി, അതുമായി ബന്ധപ്പെട്ട ഇത്, പിന്നെ അത് കഴിഞ്ഞിട്ട് സമൂഹ സദ്യ, അങ്ങനെയുള്ള ചില ശരിക്കും ഈ പുതിയൊരു കാലത്തേക്ക് നമ്മൾ വരുമ്പോൾ ഓണം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളോ അല്ലെങ്കിൽ ക്ലബ്ബുകളോ മാത്രം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നീങ്ങുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു മാറ്റമെന്ന് നമുക്ക് പറയേണ്ടത്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഓണമെന്ന് പറഞ്ഞ് കേട്ടുള്ള
ആയിട്ടുള്ള അറിവ് വെച്ച് തന്നെ എല്ലാവരും ഏത് സ്ഥലത്താണെങ്കിലും തിരികെ തറവാട്ടിലേക്ക് പോകുന്നു, കുടുംബത്തേക്ക് തിരികെ പോകുന്നു. അവിടെ ബന്ധുക്കളും അവരുടെ കുട്ടികളും ഒക്കെ ഉണ്ടാകും. അവരുമായിട്ടുള്ള കളികൾ, നീന്താൻ പോവുക, അങ്ങനെയുള്ള ഒരുപാട് പ്ലാനിങ്ങുകളാണ്. വളരെ മുൻപ് തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്നടത്തൊക്കെ പോകണം, ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ. അതായത് ഓണക്കാലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന സമയം, വെക്കേഷൻ ആയാൽ മതി, അതായത് സ്കൂളൊന്ന് അടച്ചാൽ മതി, നമുക്ക് ആ ഓണം ഒന്ന് തിമിർക്കാൻ വേണ്ടി തന്നെ. അത് സ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പരീക്ഷ തന്നെ പലപ്പോഴും നമുക്ക് ടെൻഷനാണ്. ഈ എക്സാം ഓണത്തിന് ശേഷമായിരിക്കുമോ അതോ ഓണത്തിന് മുൻപായിരിക്കുമോ? ഓണത്തിന് മുൻപാകണേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ഈ ഓണം ആഘോഷിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല, ആ ഒരു ടെൻഷൻ. അപ്പം ഓണത്തിന് മുൻപ് തന്നെ ഈ പരീക്ഷയെല്ലാം തീരണേ എന്ന അങ്ങനെ ഒരു, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി ഒരു വർഷം മുഴുവൻ നമ്മൾ കാത്തിരുന്ന് അതിലോട്ട് ചെന്നെത്തുന്ന ആ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഒരു ഓർമ്മകൾ ഈ വിദേശ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട് വിട്ട് പുറത്തൊക്കെ നിൽക്കുന്നവർക്കാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഇത്തരത്തിൽ ഓണം അത്രമേൽ ഒരു നോവും കൂടിയാണ് അവർക്ക്. തിരിച്ച് ചെല്ലുമ്പോൾ ഇനി അത് കഴിഞ്ഞൊക്കെ മടങ്ങി പോകുമ്പോൾ അവർക്കൊരു നോവും കൂടിയാണ്. പക്ഷെ അവർ അറിയുന്നില്ല സ്വപ്ന, ഇപ്പോഴത്തെ ഓണം അവർ അനുഭവിച്ചു പോയ ഒരു ഓണക്കാലമല്ല നമ്മുടെ. പഴയ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു, ഗ്രാമങ്ങളിൽ ക്ലബ്ബുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഓണാഘോഷം ഉണ്ടാകും, അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയായിരുന്നു. അവരുടെയൊക്കെ ഒരു നേതൃത്വം തന്നെയാണ് ഈ. ശരിക്കും നമ്മൾ ഈ പൊന്നിൻ ചിങ്ങം, ഞാൻ ശരിക്കും ഇതേക്കുറിച്ച് വളരെ റീസെൻ്റ് ആയിട്ട് ഈ പൊന്നിൻ ചിങ്ങം, പൊന്നോണം എന്നൊക്കെ പറയുന്ന ആ ഒരു കാഴ്ച, ആ ഒരു വാക്കുകളിലേക്കൊക്കെ നമ്മൾ എങ്ങനെ എത്തി എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പാരിസൺ? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഈ പണ്ട് കാലത്ത് ഈ കാർഷിക വിളകൾ, അതായത് സുഗന്ധവ്യഞ്ജനങ്ങൾ, അത് ഇത്, അപ്പോൾ ഈ മഴയെല്ലാം കഴിഞ്ഞ് കർക്കിടക മാസമെല്ലാം കഴിഞ്ഞ് ആകാശമൊക്കെ തെളിയുമ്പോൾ പൊന്നിൻ കിരണമുള്ള സൂര്യരശ്മികളൊക്കെ വന്ന് പതിക്കുന്നത്. ആ സമയത്താണ് ശരിക്കും ഈ വിദേശികൾ നമ്മുടെ കേരളത്തിലേക്ക് ചിങ്ങമാസത്തിലാണ് വന്ന് ഈ സുഗന്ധ വ്യഞ്ജനങ്ങളും ഇതെല്ലാം അവർ കൊണ്ടുപോകും. സ്വർണം കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ആ സ്വർണം വരുന്ന ആ മാസമായതുകൊണ്ട് അത് പൊന്നിൻ ചിങ്ങം. പിന്നെ ആ സ്വർണം വരുന്ന അതുകൊണ്ട് ആ സമയത്തുള്ള ഒരു വിളവെടുപ്പും അതിൻ്റെ ആഘോഷങ്ങളും എല്ലാം പൊന്നു കൊണ്ടുവരുന്ന ഓണം എന്ന് പറയുമ്പോൾ പൊന്നോണം, അങ്ങനെയൊക്കെ റിലേറ്റഡ് വളരെ രസകരമായി തോന്നി. ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ എത്രത്തോളം ഇതേക്കുറിച്ച് അറിയാമെന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് അത്ഭുതം തോന്നും. ഈ പൊന്നിൻ ഇപ്പോഴത്തെ കൂടെ ഒരു നെൽക്കതിരെങ്കിലും അവർ കണ്ടിട്ടുണ്ടോ എന്ന്. പല കുട്ടികൾക്കും തുമ്പപ്പൂ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പം ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. TV ഷോകളിൽ തന്നെ പലപ്പോഴും ഓണത്തിന് ഉപയോഗിക്കുന്ന 10 പൂക്കളുടെ പേരറിയാമോ, അതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. നല്ലൊരു ശതമാനത്തിനും അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് വലിയ അറിവുണ്ടായിരിക്കില്ല. അതാണ് സ്വപ്ന, ഈ കൂട്ടുകുടുംബവും അണുകുടുംബവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന്, സ്വപ്ന നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തിരുവോണത്തലേന്ന് എല്ലാ സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കി, അതൊരു രസം തന്നെയാണ്. അശ്വതി, ഈ സദ്യവട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഇപ്പോൾ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൂടിയും നമ്മളിങ്ങനെ ഓർഡർ ചെയ്യാണ് 5 പേർക്കുള്ള സദ്യ അല്ലെങ്കിൽ 10 പേർക്കുള്ള സദ്യ എന്ന് വെച്ചാൽ ബാക്കി സമയമൊന്നും നമുക്ക് ഈ അടുക്കളയിൽ മെടയാനോ ജോലി ചെയ്യാനോ ഒന്നും സമയമില്ല, അതിന് പറ്റില്ല. നമുക്ക് TV ഓണമാണ്, ഡിജിറ്റൽ ഓണമാണ്, മൊബൈൽ ഓണമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അടുക്കളയിൽ ചിലവഴിക്കുന്ന സമയം ഒന്ന് കുറയ്ക്കാമെന്ന് കരുതി ഒരുപക്ഷെ നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വരുത്തുന്നത്. പക്ഷേ അവിടെ നഷ്ടമാകുന്ന ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു സന്തോഷം, ആ ഒരു കൂട്ടായ്മ. ദിവസം ശരിക്കും ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് തന്നെ പിറ്റേന്നത്തെ ആ സദ്യ ഒരുക്കാനുള്ള ആ ഒരു വട്ടം കൂട്ടലും ആ ഒരു ഓട്ടവും കാര്യങ്ങളും ഒക്കെയാണ്. സ്വപ്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അണുകുടുംബവും കൂട്ടുകുടുംബവും ഒരുപാട് വ്യത്യാസമുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഈ സദ്യവട്ടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ ഒരുമിച്ചിരുന്ന് അരിഞ്ഞു പെറുക്കിയുള്ള ഒരു സദ്യയും ഈ ഓർഡർ ചെയ്ത് വരുത്തുന്നതും തമ്മിൽ ഒരുപാട്, അതിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന സന്തോഷം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, അന്ന് പഴയ കാലത്ത് സ്ത്രീകളെല്ലാവരും ജോലിക്ക് പോകുന്നവരല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരാണ്. അപ്പം തിരുവോണനാളിലായിരിക്കും ഒരു പക്ഷേ അവർ സദ്യയൊക്കെ ഓർഡർ ചെയ്ത് കുടുംബമായിട്ടൊക്കെ സന്തോഷമായിട്ട് റിലാക്സ് ചെയ്തിരിക്കാം എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഒരു തലമുറ കടന്നു പോകുന്നത് എന്ന്. സദ്യ മാത്രമല്ല, എന്തിനു പറയണം, ഓണപ്പൂക്കളം തന്നെ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കാലമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇലയടക്കം റെഡിമെയ്ഡാണ്. പ്ലാസ്റ്റിക് ഇലകളടക്കമാണ് ഇപ്പോൾ. അതെ, തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു അത്തപ്പൂക്കളം ഇടുന്നതിൻ്റെയും ആ ഒരു സദ്യവട്ടം ഒരുക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു സന്തോഷം എത്ര റെഡിമെയ്ഡിൽ പോയാലും കിട്ടുകയില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെയൊക്കെ അത് അനുഭവിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഓണം, നമ്മുടെ ഐതിഹ്യം ഇതൊക്കെയാണ്, ഇതൊന്നും അന്യം നിന്ന് പോകരുത്, അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്ഷിതാക്കൾ
നല്ലത് തന്നെയാണ്. പക്ഷെ അവരൊക്കെ ആ ഒരു റെഡിമെയ്ഡിലേക്ക് കടക്കുമ്പോൾ അത് കുട്ടികൾക്ക് പോലും നമ്മുടെ കുട്ടിക്കാലത്ത് ലഭിച്ച കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. ശരിക്കും ഈ കുട്ടികളുടെ കാര്യം ഈ പിള്ളേരോണം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയുണ്ട്. അതായത് കൊച്ചുകുട്ടികളുടെ ഓണം ഈ കർക്കിടക മാസത്തിലാണ് ആ പിള്ളേരോണം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അതായത് ഈ നെല്ല് കതിരൊക്കെ കൊയ്ത് ഈ പാടങ്ങളെല്ലാം വിജനമായിരിക്കും, ഒരുപക്ഷെ വെള്ളം കെട്ടി നിൽക്കുകയായിരിക്കും. അവിടെ കളിക്കാനും കളിച്ച് തിമിർക്കാനും ഒക്കെ വേണ്ടി അങ്ങനെ പിള്ളേരോണം എന്ന് പറയുന്ന ഒരു ഓണമുണ്ട്. മാത്രമല്ല കുറച്ച് പഴമയിലേക്ക് പോകണം. നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ ദേശീയ ഉത്സവമായിട്ടാണ്. ഒരു മതവുമായിട്ടും അതിനെ ചേർത്ത് നിർത്തി നമ്മളിപ്പോൾ വായിക്കേണ്ടതില്ല. പക്ഷേ പണ്ട് വളരെ മുൻപ് കേരളത്തിലെ നമ്മുടെ ഐതിഹ്യം അവിടെ ഉണ്ട് എങ്കിൽ കൂടി മഹാബലി എന്ന രാജാവിനെ ചക്രവർത്തിയെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തി വിഷ്ണുവിൻ്റെ അവതാരം അതൊരു ഐതിഹ്യം മാത്രമാണ്. അതിനുമപ്പുറം ഇതൊരു ദേശീയ ഉത്സവമാണ്. നമ്മുടെ നിറവിൻ്റെ, നന്മയുടെ, സമൃദ്ധിയുടെയൊക്കെ ഒരു ഉത്സവമാണ്. പക്ഷേ ഈ പണ്ട് കാലത്ത് ഈ ക്ഷേത്രങ്ങളിലും അതിൻ്റെ പരിസരങ്ങളിലുമായിട്ട് പലതരത്തിലുള്ള ഓണാഘോഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലൊരു കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഓണം ഒരു ദേശീയ ഉത്സവമായി എല്ലാ മതസ്ഥരും ഒരുമിച്ച് കൊണ്ടാടുന്ന സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ ഓഫീസുകളിലും ഒക്കെയായി മാത്രം ഓണം ഒതുങ്ങിപ്പോകുന്നു. സദ്യവട്ടങ്ങളൊക്കെ നമ്മൾ റെഡിമെയ്ഡായി വരുത്തുന്നു, സദ്യ കഴിക്കുന്നു, തീരുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു ഓണം. എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം, വലിയ പ്രകടമായൊരു വ്യത്യാസം. ഇപ്പോൾ എല്ലാ ഓഫീസുകളിലും ഒരു 5 ആൾ കൂടി എവിടെ ജോലി ചെയ്യുന്നുണ്ടോ അവിടെ ഒരു ഓണാഘോഷം ഈ പറഞ്ഞതുപോലെ ഉണ്ട്. അതിപ്പം ഓഫീസുകളിലായാലും സർക്കാർ ഓഫീസുകളിലായാലും ശരി, സ്റ്റേഷനുകളിലായാലും ശരി, അതിൽ എന്തെങ്കിലും കുടുംബശ്രീ അടക്കമുള്ള കൂട്ടായ്മകൾ, ഏത് കൂട്ടായ്മ അല്ലെങ്കിൽ അത് ഏതിൻ്റെ ഭാഗമായിട്ടാണോ അവർ ജോലി ചെയ്യുന്ന ഒരു മേഖലയിൽ അത്തരത്തിൽ ഒരു ദിവസം ഇന്ന് ഞങ്ങളുടെ ഓണാഘോഷം എന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന ഒരു വ്യത്യാസം ഒരിക്കലും പഴയതിൽ നിന്ന് ഈ പുതിയൊരു കാലത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നെന്ന് തോന്നുന്നു. പക്ഷെ ആ ഓണം വേണമെങ്കിൽ പോലും നമുക്ക് പഴയ കാലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കടന്നു വന്നിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും ഇങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്നത്, അതൊക്കെ കൂടിയും ഈ ഒരു തലമുറയ്ക്ക് പാഠമാകേണ്ടതല്ലേ? കാരണം എന്താണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നത്, ഇതൊക്കെ അവർക്കൊരു പാഠമാകേണ്ടതാണ്, അല്ലെങ്കിൽ അവർ അറിയേണ്ടതാണ്. കോളേജിലും ഓഫീസിലും ഒക്കെ ഓണം വേണം. പക്ഷെ ഇങ്ങനത്തെയൊക്കെ കളികൾ, പല കളികളുണ്ടായിരുന്നു. കസേരകളി, പന്ത് കളി, അങ്ങനെ വേണ്ട കോലുകളി, അങ്ങനെ വേണ്ട ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പല മത്സരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നഗരങ്ങളിലും ഇപ്പോൾ ഈ കൂട്ടായ്മകളെല്ലാം ഇത്തരം ഇതിനെയൊക്കെ ഇനിയും തിരിച്ചു കൊണ്ടുവരണമെന്ന ഒരു ചിന്തയോടുകൂടി ഈ ഇത്തരം പഴയ കളികൾ അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് ഓണവുമായി ബന്ധപ്പെട്ട കളികളെല്ലാം അത് ഈ ഓണത്തല്ല് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പുലിക്കളി മാത്രമായിരിക്കും ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് കൃത്യമായി നടന്നു പോകുന്നത് പുലിക്കളി മാത്രമായിരിക്കും. പിന്നെ അടുത്ത ഓണക്കോടിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ പണ്ട് നല്ലൊരു ശതമാനവും ഇല്ലായ്മ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആളുകളാണ്. അവർക്ക് വർഷത്തിൽ ഒരിക്കലായിരിക്കും ഈ കോടി എടുക്കുക എന്നുള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഓണക്കോടി എന്ന് പറയുന്നത് ഓണക്കോടിക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന വർഷത്തിലൊരിക്കൽ അപ്പോൾ മാത്രമായിരിക്കും ഒരു പക്ഷേ പുതിയ വസ്ത്രങ്ങൾ എടുക്കുക എന്നുള്ളത്. അപ്പം അതിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കണം. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ ഓണക്കോടി എന്ന് പറയുകയാണെങ്കിൽ കൂടി അതിൻ്റെ വ്യത്യാസം അവർ എന്ത് ഓണക്കോടി മാത്രമല്ല എനിക്ക് തോന്നുന്നു സദ്യ ആണെങ്കിൽ പോലും ആ ഒരു ഓണക്കാലത്തായിരിക്കും ഒരു പക്ഷേ സദ്യ, എല്ലാ കറികളും എല്ലാ കൂട്ടാനും ഒക്കെ നമ്മൾ കഴിക്കുന്നതൊക്കെ ചിലപ്പോൾ ഓണക്കാലത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കരമായുള്ള സന്തോഷം. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. എപ്പോൾ വേണമെങ്കിലും സദ്യ കിട്ടും, നമ്മൾ എപ്പോഴാണെങ്കിലും വസ്ത്രങ്ങൾ എടുക്കുന്നു. അപ്പം അതൊരു പുതുമയൊന്നുമല്ല. അപ്പം ആ ഒരു സന്തോഷമൊക്കെ ആ പഴയ കാലത്തുള്ളത് കൊണ്ട് ഓണം നമുക്ക് വളരെ സ്പെഷ്യലായിരുന്നു. ശരിക്കും അന്നത്തെ ഓണത്തിനെ കണ്ടിരുന്നത് ഇല്ലായ്മയിൽ നിന്നുള്ള ആ ഐശ്വര്യ സമൃദ്ധിയിലേക്കുള്ള ആ ഒരു ദിവസമാണെങ്കിലും മാവേലി മന്നനെ കാണിക്കാൻ ആ ഒരു ദിവസം ഞങ്ങളെല്ലാവരും പൂക്കളിട്ട് അതിസന്തുഷ്ടരായി ഇപ്പോഴും ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന് മാവേലി മന്നനെ കാണിക്കാനുള്ള ആ ഒരു ത്വര. ഒരു പക്ഷേ അതായിരിക്കും നമ്മുടെ ഡ്രസ്സുകളിൽ പോലും അല്ലേ വലിയ രീതി ഓണക്കോടി പണ്ട് ഈ പുളിയിലക്കരമുണ്ട്, അങ്ങനെ തോർത്ത്, ഈ അടിയാന്മാരൊക്കെ ആണെങ്കിൽ വലിയ നീളമുള്ള തോർത്ത് അങ്ങനെയൊക്കെയാണ് നൽകിയത്. ഇപ്പോൾ അതെല്ലാം മാറ്റി ഈ ഡ്രസ്സുകളെല്ലാം അല്ലെങ്കിൽ ഓണക്കോടികൾ അല്ലെങ്കിൽ ഓണക്കോടി എന്ന് പറഞ്ഞ് നമുക്കിഷ്ടമുള്ള വസ്ത്രങ്ങളെല്ലാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിഷ്ടമുള്ള സദ്യയാണെങ്കിലും എന്താണ് അതും എപ്പോഴും. അപ്പോൾ എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്ത് എപ്പോൾ വേണമെങ്കിലും കിട്ടുമെന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു നിറം മങ്ങലും ആ കാത്തിരുന്ന് കിട്ടുന്നതിൻ്റെ ആ സുഖം ഇല്ലാതെയാകുന്നതും എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഓണക്കാലമാണ് സ്വപ്നയ്ക്ക് ഓണക്കാലം ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഓണക്കാലം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് മിസ് ചെയ്യുന്നത്? ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും പറയാനുള്ള അത് തന്നെയാണ്, നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ്. അതുപോലെ എന്തൊക്കെ പ്രശ്നം ഒരല്ലില്ലാതെ അതൊന്നും നമ്മൾ അറിയാതെ
ആ ഓണാവധിക്ക് സ്കൂൾ കഴിഞ്ഞ് ആ ഓണാവധിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകാമല്ലോ എന്നുള്ള, പിന്നെ തിരിച്ച് ഈ ഓണാവധി പിന്നെ തിരിച്ച് പരീക്ഷയാണ്, അതിൻ്റെ ചൂടാണ്, അല്ലെങ്കിൽ സ്കൂളിലോട്ട് പോകണം, അതിൻ്റെ ചുറ്റുപാട്. പക്ഷേ ആ ഓണക്കാലം കൂട്ടുകാരൊത്ത് കളിക്കാൻ പോകും. ഞാൻ ശരിക്കും നഗരത്തിലാണ്, ഇവിടെ സിറ്റിയിലാണ് എൻ്റെ സ്കൂൾ കാലം എല്ലാം ഉണ്ടായത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കഥകളിലും അല്ലെങ്കിൽ ചിത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടും പരിചയിച്ചിട്ടുമുള്ള അത് എൻ്റെ ഒരു സ്കൂൾ കാലം മുതൽ തന്നെ അതൊക്കെ മിസ്സിംഗ് ആണെന്ന് പറയുമ്പം ഒരുപാട് മാറ്റം ഇപ്പോൾ ഈ ഒരു തലമുറയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതായത് ഇപ്പോഴത്തെ അച്ഛനും അമ്മയ്ക്കുമാണ് സമയമില്ലാത്ത. കുട്ടികൾ ഫ്രീ ആണെങ്കിൽ പോലും അച്ഛനും അമ്മയ്ക്കുമാണ് സമയമില്ലാത്തത്. കാരണം അവർ ജോലിക്ക് പോകുന്നവരാണ്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഫ്രീ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കൂട്ടുകുടുംബം അല്ലെങ്കിൽ എല്ലാവരെയും കാണാനുള്ള ഒരു സമയമായിരുന്നു ഓണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും തിരക്കാണ്, മക്കൾ തിരക്കാണ്, എല്ലാവരും തിരക്കാകുമ്പോൾ ആ ഓണക്കാലത്ത് നമ്മൾ എല്ലാവരെയും ഒത്തുകൂടുന്ന ആ ഒരു സമയമൊക്കെയാണ് നമുക്ക് ഓർമ്മകളായി മാത്രം മാറുന്നത്. തീർച്ചയായും അത് ഓർമ്മകളായി മാറാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ ഓണത്തിൻ്റെ നന്മയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞു വന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ തലമുറയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കൃത്യമായി ഇങ്ങനെയായിരുന്നു ഓണം ആഘോഷിച്ച് അത് കൃത്യമായി പറഞ്ഞ് അതിൻ്റെ നിറങ്ങൾ ഇങ്ങനെയായിരുന്നു, ഈ ആഘോഷത്തിൻ്റെ നിറങ്ങൾ ഇങ്ങനെ, ഇതിൻ്റെ ചരിത്രം ഇങ്ങനെ, ഇതൊക്കെ കൃത്യമായി നമ്മൾ ആ സംസ്കാരത്തെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൊണ്ടെത്തിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഈ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ ഓണത്തിൻ്റെ നിറം ഇനിയും മങ്ങി താഴോട്ട് തന്നെ പോയേക്കാമെന്ന്. അതായത് ഇങ്ങനെ ഒരു ഓണം ഉണ്ടായിരുന്നു എന്ന് ചിലപ്പം ചരിത്രങ്ങളിൽ മാത്രമായി മാറിയേക്കാം. കാരണം തലമുറകൾ മാറുന്നതിനനുസരിച്ച് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, ഇതായിരുന്നു ഇങ്ങനെയായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത് എന്ന് ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലം ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓണമെന്നും പുതുതലമുറയായാലും പഴയ തലമുറയായാലും അത് ഓർമ്മകൾ തന്നെയാണ്. ഇനിയും നല്ല ഓർമ്മകളുമായും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളുമായും അങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.